നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോവുള്ളൂ. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നട്ടം തിരിയുകയാണ്. ജനം തിരിച്ചറിഞ്ഞ ഒരു സമയമായിരുന്നു. മെഴുകുതിരി, വെള്ളം കോരാനുള്ള തൊട്ടി, കയറ്, 2 ഉള്ളി ചതച്ച് ചമ്മന്തി ഒരുക്കാനുള്ള കല്ല് എന്നിവയ്ക്ക്. ഇതിൽ മെഴുകുതിരിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചത്. മിക്ക കടകളിൽ പഴയ സ്റ്റോക്ക് മുതൽ പുതിയ സ്റ്റോക്ക് വരെ തീർന്ന് കാലിയായി. മെഴുകുതിരിക്ക് വേണ്ടി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വരെ കയറി ഇറങ്ങേണ്ടി വന്ന ഒരു സമയമായിരുന്നു ഇത്. ഈ വർഷം കാലാവസ്ഥ നേരത്തെ വന്നതും പേമാരിയിലും വൻ ചുഴലിക്കാറ്റിലും വൻ മരങ്ങൾ കടപുഴകി വ്യാപകമായി പല സ്ഥലങ്ങളിലും വൈദ്യുത ശൃംഖലകൾ തകർന്നുകൂടി ജനം വലഞ്ഞതാണ് ഈ 3-4 ദിവസം. എന്നാൽ അവരുടെ അത്യന്തികമായ പരിശ്രമം മൂലം ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ സാധിച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ സ്ഥിതി തുടരുകയാണ്. അതോടുകൂടി സോളാറും ഇൻവെർട്ടറും അടക്കമുള്ള സംവിധാനങ്ങൾ പണിമുടക്കിയുണ്ടായി. ഈ സോളാർ പണിമുടക്കിയപ്പോഴാണ് ഈ മെഴുകുതിരി തപ്പി ഇറങ്ങിയാൻ നടന്നത് ജനങ്ങൾ. സാധാരണ വീടുകളിൽ ഉണ്ടായിരുന്ന എമർജൻസി ലാമ്പുകൾ പോലും കണ്ണടച്ചു കൂടി മെഴുകുതിരിക്കായി ആവശ്യക്കാർ കൂടി. പിന്നെ വലച്ചത് ഭക്ഷണം ഒരുക്കലാണ്. ഭക്ഷണം ഒരുക്കൽ ചോറ് എങ്ങനെയെങ്കിലും അടുപ്പത്ത് വെച്ച് അതിനുശേഷം കറി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി വന്നത്. അന്നേരമാണ് ഈ കല്ലിനെ പറ്റി ഓർക്കുന്നത്. ഇപ്പോൾ മിക്ക വീടുകളിലും കല്ലൊക്കെ മാറ്റി വെച്ചേക്കുകയാണ്. എവിടെ വന്ന പോലും അറിയത്തില്ല. മിക്സിയുടെ വരവോടുകൂടി ചോറിനൊപ്പം മുളകും ഉള്ളിയും ഉടച്ച് കഴിച്ചാലും വയറ് നിറയുമെന്നുള്ള ചിന്താഗതി മലയാളി മറന്നിരുന്നു. കറണ്ടിൻ്റെ അഭാവം വന്നപ്പോഴാണ് ഈ കല്ല് തപ്പി ഇറങ്ങി നടക്കാൻ പോയത്. പുതിയ കുഞ്ഞുങ്ങൾക്ക് ഈ അമിഞ്ഞിക്കല്ല് അങ്ങനെയുള്ള കല്ലുകളൊന്നും ഓർമ്മയില്ല. പക്ഷേ ഈ അവസരത്തിലും അവരും അതിനെപ്പറ്റി ഓർത്തു. അവരെന്താണ് ഈ കല്ല് എന്നുള്ളതെല്ലാം അവരും പഠിച്ചെടുത്തു. എല്ലാം പ്രകൃതി താനെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനങ്ങൾ തന്നെയാണ്. ഈ വീഡിയോയിൽ അതിമനോഹരമായ വാഴക്കൃഷി തോട്ടം ശ്രദ്ധിക്കൂ. ഒപ്പം ചീനി കൃഷി വളരെ നീറ്റായിട്ടാണ് പരിപാലിച്ചിട്ടേക്കുന്നത്. അങ്ങനെ ഓരോ കർഷകരും എന്തുമാത്രമാണ് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത് കണ്ടാൽ ഈ വാഴത്തോട്ടങ്ങളൊക്കെ കണ്ടാൽ അറിയാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.